പി.വി. അൻവർ എം.എൽ.എയുടെ ഡി.എം.കെ ഉപതെരഞ്ഞെടുപ്പിൽ തകർന്ന് തരിപ്പണമായെന്നാൽ പി.വി. അൻവർ ഒന്നുമല്ല എന്ന് തെളിയിക്കുന്ന വിധത്തിലാണ് ഉപതെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നത്. തെരഞ്ഞെടുപ്പിൽ പാർട്ടി ക്ലച്ച് പിടിച്ചില്ല. ഡി.എം.കെ സ്ഥാനാർത്ഥിയായി ചേലക്കരയിൽ മത്സരിച്ച എൻ.കെ. സുധീറിന് തെരഞ്ഞെടുപ്പിൽ നിർണായക ശക്തിയാകാൻ കഴിഞ്ഞില്ല. 3000-ലധികം വോട്ടുകളാണ് അദ്ദേഹം ആകെ നേടിയത്. ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച നേട്ടമുണ്ടാക്കി സമ്മർദ്ദ ശക്തിയാകാനായിരുന്നു അൻവറിന്റെ ശ്രമം. ചേലക്കരയിൽ LDF, UDF സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള ഭൂരിപക്ഷം നേർത്തതാവുകയും ഡി.എം.കെ സ്ഥാനാർത്ഥി വിജയത്തെ സ്വാധീനിക്കുന്ന വോട്ടുകൾ നേടുകയും ചെയ്തിരുന്നുവെങ്കിൽ അൻവറിന് അത് നേട്ടമായേനെ. അങ്ങനെ സംഭവിച്ചില്ല. ചേലക്കരയിൽ LDF സ്ഥാനാർത്ഥി UR പ്രദീപ് ഒരു ഘട്ടത്തിലും പിന്നിൽ പോയില്ല. അൻവറിന്റെ പാർട്ടി രൂപീകരണ ശ്രമങ്ങൾക്ക് തിരിച്ചടിയാണ് ചേലക്കരയിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം. നിലമ്പൂരിലെ ഇടത് സ്വതന്ത്ര MLA ആയ അൻവർ പോലീസ് സേനയിലെ അഴിമതിക്കെതിരെ പ്രതിഷേധിച്ച് പരസ്യ വിമർശനവുമായി രംഗത്തെത്തിയത് CPM-നെ വെട്ടിലാക്കിയിരുന്നു. ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയതോടെ CPM താക്കീത് നൽകി. വിമർശനം തുടർന്നതോടെ അൻവറുമായുള്ള ബന്ധം CPM അവസാനിപ്പിച്ചു. തുടർന്നാണ് അൻവർ പാർട്ടി രൂപീകരിച്ചത്. പാർട്ടി രൂപീകരിക്കുന്നതിന് മുമ്പ് അൻവർ നടത്തിയ സമ്മേളനങ്ങൾക്ക് വലിയ ആൾക്കൂട്ടമായി നിലമ്പൂരിൽ. പക്ഷേ പിന്നീട് അൻവർ നനഞ്ഞ പടക്കമായി മാറി. വെറും ഓലപ്പാമ്പ് മാത്രമായി അൻവർ മാറി. പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെ അൻവർ പിൻവലിച്ചത് UDF-ന് വേണ്ടിയായിരുന്നു. വയനാട്ടിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയതുമില്ല. ഇതിലൂടെ താൻ UDF-ലേക്ക് ചായുന്നു എന്ന വ്യക്തമായ സൂചന പി.വി. അൻവർ MLA നൽകി കഴിഞ്ഞു. എന്നാൽ UDF കേന്ദ്രങ്ങൾ അതിന് പച്ചക്കൊടി കാണിച്ചിട്ടില്ല. അൻവർ ഒരു കാലത്ത് കോൺഗ്രസിന്റെ ശക്തനായ വിമർശകനായി. സാമൂഹ്യ നീതിക്ക് വേണ്ടി പോരാടുന്ന വ്യക്തിത്വം എന്ന നിലയിൽ അദ്ദേഹം ഒരുപാട് ശ്രമങ്ങളൊക്കെ നടത്തി. പക്ഷേ ആ ശ്രമങ്ങളൊക്കെ പാഴായി മാറി. ബക്കറ്റിലെ വെള്ളം കടലിൽ പോയാലേ അതിന് കടലാകാൻ സാധിക്കും. അല്ലെങ്കിൽ ബക്കറ്റിലെ വെള്ളമായി തന്നെ നിൽക്കും. പിണറായി വിജയൻ മുമ്പ് VS അച്യുതാനന്ദനെ കുത്തിപ്പറഞ്ഞ വാക്ക് അൻവറിനെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യമായി മാറി. അൻവർ അങ്ങുമില്ല ഇങ്ങുമില്ല. ഇനി കോൺഗ്രസിലേക്ക് അൻവർ പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. പാലക്കാട് അൻവർ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചത് കോൺഗ്രസിന് വേണ്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസും അൻവറും തമ്മിലുള്ള ശീതസമരമൊക്കെ ഏകദേശം തീർന്നു കഴിഞ്ഞു. കോൺഗ്രസിനെ ഒരു കാലത്ത് രാഹുൽ ഗാന്ധി അടക്കം ഒരു കാലത്ത് ഏറ്റവും രൂക്ഷമായി ആക്രമിച്ചത് പി.വി. അൻവർ. അതേ അൻവർ ഇപ്പോൾ കോൺഗ്രസിലേക്ക് ചേക്കേറാനുള്ള വഴികൾ തേടുന്നു. ആ വഴിക്ക് കോൺഗ്രസ് പച്ചക്കൊടി കാട്ടുമോ അതോ ചുവന്ന കൊടി കാട്ടുമോ എന്നാണ് ഇനി അറിയുന്നത്. പി.വി. അൻവറിനെ ആദ്യഘട്ടത്തിൽ കോൺഗ്രസിൽ എടുക്കാൻ വേണ്ടിയുള്ള ഒരു ചർച്ചയൊക്കെ നടന്നിരുന്നു. പക്ഷേ പി.വി. അൻവറിനെ കിട്ടിയിട്ട് ഒരു പ്രയോജനവുമില്ലെന്ന് കോൺഗ്രസ് മനസ്സിലാക്കി. ഇപ്പോൾ അത് വ്യക്തമായി. ചേലക്കരയിൽ വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് പി.വി. അൻവർ തെരഞ്ഞെടുപ്പിന് നിന്നത്. ആത്മവിശ്വാസമെല്ലാം തകർന്ന് തരിപ്പണമായി മാറി. പി.വി. അൻവറിന്റെ സ്ഥാനാർത്ഥിക്ക് കെട്ടിവെച്ച കാശ് പോലും കിട്ടാത്ത ഗതികേട്. എന്തായാലും പി.വി. അൻവർ കോൺഗ്രസിലേക്ക് പോകാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. അതാണ് ഏറ്റവും ഒടുവിൽ പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടുന്ന റിപ്പോർട്ട്.